8.1 നമ്മൾ ഇക്വി കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷനാണ് ഇവിടെ വരുന്നത്. നമുക്ക് സ്ക്രിപ്റ്റ് എഫ് എന്ന് പറയുന്ന ഫാമിലി ഓഫ് കോംപ്ലക്സ് ഫങ്ഷൻസ് ആണ്. ഇ എന്ന് പറയുന്ന ഒരു സെറ്റിൽ ഒരു മെട്രിക് സ്പേസിലെ ഒരു സബ്സെറ്റാണ് ഈ അവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് എപ്പോഴാണ് ഇക്വി കണ്ടിന്യൂസ് ആണ് എന്ന് പറയുന്നത് നോക്കാം. For every epsilon greater than 0, there exists delta greater than 0 such that mod f of x minus f of y less than epsilon whenever dxy less than delta and where x element of e and y element of e. എക്സും വൈയും ഇയിലുള്ള ഏത് എലമെൻറ്റും ആയിക്കോട്ടെ, എക്സും വൈയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡെൽറ്റയിൽ കുറവാണെങ്കിൽ അതിൻ്റെ ഇമേജ് തമ്മിലുള്ള ഡിഫറൻസ് എപ്സിലോണിൽ കുറവായിരിക്കും. ഇത് എല്ലാ എഫുകൾക്കും, എഫിലുള്ള എല്ലാ എഫുകൾക്കും ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് ഈ ഡെൽറ്റ എന്ന് പറയുന്നത് ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡെൽറ്റ ഒരിക്കലും എക്സിനെയോ വൈനെയോ എഫിനെയോ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നർത്ഥം. ഇവിടെ ഈ ഡി എന്ന് പറയുന്നത് എക്സ് എന്ന് പറയുന്ന മെട്രിക് സ്പേസിലെ മെട്രിക് ആണ്. ഇനി അടുത്ത റിസൾട്ടിലേക്ക്, എവരി മെമ്പർ ഓഫ് ഇക്വി കണ്ടിന്യൂസ് ഫാമിലീസ് ഈ യൂണിഫോം കണ്ടിന്യൂസ് വളരെ ക്ലിയർ ആണ്. അപ്പോൾ എഫ് എന്ന് പറയുന്നത് ഫാമിലി ഓഫ് ഒരു ഇക്വി കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആണെന്ന് വിചാരിക്കുക. അതിലത്തെ ഒരു മെമ്പർ എഫ് എടുക്കുന്നു. അപ്പോൾ എഫിൻ്റെ ഡെഫിനേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾ ഏത് എപ്സിലോൺ എടുത്താലും നമുക്ക് ഒരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ കഴിയും. മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ലെസ് ദാൻ എപ്സിലോൺ വെനെവർ ഡി എക്സ് വൈ ലെസ് ദാൻ ഡെൽറ്റ ആൻഡ് ഫോർ ഓൾ എക്സ് കോമ വൈ എലമെൻറ്റ് ഓഫ് ഇ. അപ്പോൾ ഇതേ ഡെഫിനേഷൻ തന്നെയാണ് എഫ് യൂണിഫോം കണ്ടിന്യൂറ്റി ആണ് എന്നുള്ളതിനും. അപ്പോൾ അങ്ങനെ എല്ലാ എഫുകൾക്കും ഇത് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ആ സ്ക്രിപ്റ്റ് എഫ് ഈ ഫാമിലി ഇക്വി കണ്ടിന്യൂസ് ആകുന്നത്. അപ്പോൾ ഇവിടെ ഈ എഫ് എന്ന് പറയുന്നത് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ഇ ആയി. നേരത്തെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ എക്സാമ്പിൾ തന്നെ ഒന്നുകൂടി നോക്കുന്നു. ഈ എഫ് എൻ എലമെൻറ്റ് ഓഫ് എൻ ഡിഫൈൻഡ് ബൈ എഫ് എൻ ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 മൈനസ് എൻ എക്സ് ഹോൾ സ്ക്വയർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഈ ഫങ്ഷൻ ഇക്വി കണ്ടിന്യൂസ് ആണോ അല്ലയോ നോക്കാം. ഈ ഫങ്ഷൻ നമ്മളിവിടെ നോക്കുന്നത് യൂണിഫോംലി കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് എഫ് എൻ ഓഫ് 0 എന്ന് പറയാം, എഫ് എൻ ഓഫ് 1/n എന്ന് പറയാം ഫോർ എവരി എൻ എലമെൻറ്റ് ഓഫ് എൻ. അപ്പോൾ നമ്മളിവിടെ കാണിക്കും എഫ് എൻ ഈസ് നോട്ട് ഇക്വി കണ്ടിന്യൂസ് ഓൺ ക്ലോസ് ഇൻ്റർവൽ. ഈ കളക്ഷൻ മൊത്തത്തിൽ ഇക്വി കണ്ടിന്യൂസ് അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. ഈ കളക്ഷൻ മൊത്തത്തിൽ ഇക്വി കണ്ടിന്യൂസ് അല്ല. അപ്പോൾ അതിന് അതിൻ്റെ ഡെഫിനേഷൻ ഹോൾഡ് ചെയ്യുന്നില്ല എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ എപ്സിലോൺ ഈക്വൽ ടു 1/2 കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ ഏത് ഡെൽറ്റ എടുത്താലും നിങ്ങൾക്ക് ഒരു ഫങ്ഷൻ ഇവിടെ കണ്ടുപിടിക്കാൻ കഴിയും. അതേപോലെ രണ്ട് എലമെൻറ്റ്സ് ഇവിടെ രണ്ട് എലമെൻറ്റ് എക്സ് നോട്ടും വൈ നോട്ടും കണ്ടുപിടിക്കാൻ കഴിയും ഈ കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് എപ്സിലോൺ 1/2 എടുത്തു, നിങ്ങൾ ഏത് ഡെൽറ്റ എടുത്താലും നിങ്ങൾക്കൊരു എൻ നോട്ട് കണ്ടുപിടിക്കാൻ കഴിയും. വിത്ത് 1/n നോട്ട് ഈസ് ലെസ് ദാൻ ഡെൽറ്റ. നിങ്ങൾ അതുകൊണ്ട് തന്നെ എക്സ് നോട്ട് എന്നുള്ളത് 0 എടുക്കുക, വൈ നോട്ട് എന്ന് പറയുന്നത് 1/n നോട്ട് കൊടുക്കുക. അപ്പോൾ മോഡ് 0 മൈനസ് 1/n നോട്ട് എന്ന് പറയുന്നത് 1/n നോട്ടാണ്, ലെസ് ദാൻ ഡെൽറ്റ ആണ്. അപ്പോൾ ഈ 0യും 1/n നോട്ടും നമ്മുടെ ഡിസ്റ്റൻസ് ഡെൽറ്റയിൽ കുറവാണ്. ഇനി അതിൻ്റെ ഇമേജ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് കുറവാണെന്ന് നോക്കാം. എഫ് എൻ നോട്ട് ഓഫ് 0 ഈക്വൽ ടു 0 ഫോർ എവരി. സോ ഇത് 0 തന്നെ വരും. എഫ് എൻ നോട്ട് ഓഫ് 1/n നോട്ട് 1 ആണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് 0യും 1 അപ്പോൾ 1 കിട്ടും നമുക്ക് ആ ഡിസ്റ്റൻസ്. അതെന്തായാലും എപ്സിലോണിനേക്കാൾ വലുതാണ്. എപ്സിലോൺ 1/2 എടുത്ത്. അപ്പോൾ എപ്സിലോൺ ഈക്വൽ ടു 1/2 പകരം
കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ ഏത് ഡെൽറ്റ എടുത്താലും നിങ്ങൾക്കൊരു എൻ നോട്ട് കണ്ടുപിടിക്കാൻ കഴിയും. കൂടാതെ ഒരു എക്സ് നോട്ടും വൈ നോട്ടും കണ്ടുപിടിക്കാൻ കഴിയും ഈ കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ. അതുകൊണ്ട് എഫ് ഇവിടെ നമ്മൾ എഴുതേണ്ട ഒരു എഫ് യൂണിഫോംലി Fn is not uniformly equicontinuous. F is not equicontinuous on closed interval 0, 1 എന്നാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഇതിൽ നിന്ന്. ഇനി അടുത്ത തിയറം, Fn point wise bounded sequence of complex function on a countable set E, then Fn has a subsequence Fnk such that Fnk of x converges for every x element of E. ഇത് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തതാണ്. പഴയ റിമാർക്കിൽ M3-2 ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ഇവിടെ E1 എന്നും പറഞ്ഞിട്ട് ഈ എല്ലായിടത്ത് ഈയുടെ സബ്സെറ്റായിട്ട് E1 എടുത്തത്, E1 കൗണ്ടബിൾ സെറ്റായിട്ട് ഓൾറെഡി പ്രൂവ് ചെയ്തുകൊണ്ട് പിന്നെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി അടുത്ത തിയറം 7.24 കെ ഒരു കോമ്പാക്റ്റ് മെട്രിക് സ്പേസ് ആണ്. Fn ഈ കോമ്പാക്റ്റ് മെട്രിക് സ്പേസിലെ ഒരു സി ഓഫ് കെ, അതായത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് ഫോർ n = 1, 2, 3 etc. അപ്പോൾ എല്ലാ Fnകളും കണ്ടിന്യൂസ് ആണ്. Fn കൺവേർജസ് യൂണിഫോംലി ഓൺ കെ. Fn കെയിൽ യൂണിഫോമായിട്ട് കൺവേർജ് ചെയ്യുമെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ Fn എന്ന് പറയുന്നത് കെ കണ്ടിന്യൂസ് ആണ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കെ കോമ്പാക്റ്റ് മെട്രിക് സ്പേസ് ആണ്, Fn കണ്ടിന്യൂസ് ആണ്, Fn കൺവേർജസ് യൂണിഫോംലി ഓൺ കെ. നമുക്ക് കാണിക്കേണ്ടത് Fn കെ കണ്ടിന്യൂസ് ഓൺ കെ എന്നാണ്. ഇത് മൂന്ന് നമ്മൾ ഉപയോഗിച്ചിട്ട് നാലാമത്തെ കൺക്ലൂഷൻ പ്രൂവ് ചെയ്യുന്നു. അപ്പോൾ ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, അപ്പോൾ നമുക്ക് ഈ കണ്ടിന്യൂറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഡെൽറ്റ കണ്ടുപിടിക്കണം. ഇനി ആ കണ്ടീഷനുകളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ആദ്യം നമ്മൾ ഈ എപ്സിലോൺ തന്നെ ഉപയോഗിച്ചിട്ട് യൂണിഫോംലി കൺവെർജസ് ഓൺ കെ എന്നുള്ള കാര്യം നമ്മൾ ആദ്യം എഴുതി വെക്കാം. അപ്പോൾ കറസ്പോണ്ടിങ് ടു ദിസ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ആൻ ഇൻറ്റിജർ n സച്ച് ദാറ്റ് norm Fn minus Fm less than epsilon for all n, m greater than n. അപ്പോൾ ഇൻ പെർട്ടിക്കുലർ ആയിട്ട് നമുക്ക് m = ക്യാപിറ്റൽ N എടുത്താലും ഇത് ശരിയാണ്. അപ്പോൾ നമുക്കിത് norm Fn minus Fn less than epsilon for all n greater than n മാത്രം കൊടുത്താൽ മതി. ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ മൂന്നാമത്തെ കണ്ടീഷൻ നമ്മളിവിടെ ഉപയോഗിച്ചു. ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് Fn's കണ്ടിന്യൂസ് ആണെന്നുള്ള കാര്യം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ Fnകളൊക്കെ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇതേപോലെ കറസ്പോണ്ടിങ് ടു എപ്സിലോൺ Fn കൂടാതെ ഒരു കോമ്പാക്റ്റ് മെട്രിക് സ്പേസിലാണ് കണ്ടിന്യൂസ്, അതുകൊണ്ട് യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. കോമ്പാക്റ്റ് മെട്രിക് സ്പേസിലുള്ള ഏത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ആ ഡെഫിനേഷൻ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഓരോ Fnനും പറയുന്നു. അപ്പോൾ അതായത് Fiക്ക് നമ്മൾ പറയുമ്പോൾ there exists a delta I greater than 0 such that mod Fi of x minus Fi of y less than epsilon whenever dxy less than delta I. നമ്മൾ ഡെൽറ്റ എന്നുള്ളത് n വരെയുള്ള, അതായത് ഡെൽറ്റ 1, ഡെൽറ്റ 2 എക്സെട്ര ഡെൽറ്റ n മിനിമം ആയിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, if dxy less than delta mod Fi of x minus Fi of y is less than epsilon for all I is equal to 1, 2, 3 എക്സെട്ര n. ഇനി അതിന് ശേഷമുള്ളതിന് നമുക്ക് വേറെ രീതിയിൽ കാണാം. ഇത് ഇക്വേഷൻ നമ്പർ 2 നിൽക്കുക. ഇത് എത്തിനൊക്കെ ശരിയാണ്. ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഇതിവിടെ കഴിഞ്ഞു. ഇനി n ഗ്രേറ്റർ ദാൻ n ആകുമ്പോഴും dxy ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോഴും എന്താണെന്ന് നോക്കാം. ആ അവസരത്തിൽ
മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് വൈയെ നമുക്ക് ഈ രീതിയിൽ എഴുതാൻ കഴിയും. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ എഫ് എൻ ഓഫ് എക്സ് സബ്ട്രാക്ട് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു ഈ മോഡുലസിൻ്റെ അകത്ത്. അതേപോലെ എഫ് ക്യാപിറ്റൽ എൻ ഓഫ് വൈ സബ്ട്രാക്ട് ചെയ്യുകയും ആഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് ഒരു ഇനീക്വാലിറ്റി ആയിട്ട് എഴുതാം. ട്രയാങ്കിൾ ഇനീക്വാലിറ്റി അനുസരിച്ചിട്ട് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ക്യാപിറ്റൽ എൻ ഓഫ് എക്സ് പ്ലസ് എഫ് ക്യാപിറ്റൽ എൻ ഓഫ് എക്സ് മൈനസ് എഫ് ക്യാപിറ്റൽ എൻ ഓഫ് വൈ പ്ലസ് എഫ് എൻ ഓഫ് വൈ മൈനസ് എഫ് എൻ ഓഫ് വൈ. അപ്പോൾ ഇത് ലെസ് ദാൻ എപ്സിലോൺ ആണ് ഇക്വേഷൻ നമ്പർ 1 പ്രകാരം. അവിടെ നമ്മൾ എഫ് എൻ യൂണിഫോമായി കൺവേർജ് ചെയ്യുന്നുള്ള കാര്യം ആണ് ഉപയോഗിച്ചത്. അപ്പോൾ ഇത് ലെസ് ദാൻ എപ്സിലോൺ. ഇനി ഇവിടെ എഫ് ക്യാപിറ്റൽ എന്നിൻ്റെ കണ്ടിന്യൂറ്റി ഉപയോഗിച്ചിട്ട് ഇത് ലെസ് ദാൻ എപ്സിലോൺ ആണ്. ക്യാപിറ്റൽ എഫിൻ്റെ കണ്ടിന്യൂറ്റി ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അതായത് 2 ഉപയോഗിച്ചത് ഇത് ലെസ് ദാൻ എപ്സിലോൺ ആണ്. ഇനി വീണ്ടും എഫ് എൻ യൂണിഫോമായി കൺവേർജ് ചെയ്യുന്നുള്ള കാര്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ലെസ് ദാൻ എപ്സിലോൺ ആണ്. അപ്പോൾ ഇത് ലെസ് ദാൻ 3 എപ്സിലോൺ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ 2ഉം 3 നേരത്തെ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ 2ഉം 3ഉം കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ കമ്പൈൻ ചെയ്ത് നമ്മൾ ഇവിടെ അവസാനം നമുക്ക് 3 എപ്സിലോണിന് പകരം എപ്സിലോണാണ് കിട്ടേണ്ടിയിരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മുകളിലൊക്കെ എപ്സിലോൺ ബൈ 3 ആവണം. അതായത് യൂണിഫോം കൺവെർജൻസിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞപ്പോഴും എഫിൻ്റെ കണ്ടിന്യൂറ്റി, എഫ് എൻ്റെ കണ്ടിന്യൂറ്റി പറഞ്ഞപ്പോഴൊക്കെ നമ്മൾ എപ്സിലോൺ എടുക്കുന്നതിന് പകരം എപ്സിലോൺ ബൈ 3 എടുത്താൽ മതി. അവസാനം നമുക്ക് എപ്സിലോൺ കിട്ടും. അതാണ് റീഡിഫൈനിങ് 3 എപ്സിലോൺ. എപ്സിലോണിനെ റീഡിഫൈൻ ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിച്ചതാണ്. അപ്പോൾ ഫോർ എവരി എൻ and dxy less than delta we have mod fn of x minus fn of y less than epsilon. അപ്പോൾ എല്ലാ എണ്ണിനും ശരിയാണത്. എല്ലാ എക്സ് വൈ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനും ഇത് ശരിയാണെങ്കിൽ അതിനർത്ഥം ഇക്കി കണ്ടിന്യൂസ് ആണ് എന്നാണ്. ഇനി നമുക്ക് അടുത്ത തിയറത്തിൽ ഇതേ രീതിയിലുള്ള കെ കോമ്പാക്ട് സെറ്റ് എഫ് എൻ കെയിൽ കണ്ടിന്യൂസ് ആണ്. എഫ് എൻ പോയിന്റ് വൈസ് ബൗണ്ടഡ് ആൻഡ് ഇക്കി കണ്ടിന്യൂസ്. പോയിന്റ് വൈസ് ബൗണ്ടഡ് ആണ്, ഇക്കി കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഒന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എഫ് എൻ യൂണിഫോംലി ബൗണ്ടഡ് ആണെന്നും എഫ് എന്നിന് ഒരു യൂണിഫോംലി കൺവെർജൻസ് സബ്സീക്വൻസ് ഉണ്ട് എന്നുമാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രൂഫിൽ ആദ്യം നമുക്ക് എ പ്രൂവ് ചെയ്യാം. ഏത് എഫ് എൻ യൂണിഫോംലി ബൗണ്ടഡ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ഇപ്പോൾ ഒരു എപ്സിലോൺ എടുത്തു, യൂണിഫോംലി ബൗണ്ടഡ് എന്നാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇക്കി കണ്ടിന്യൂറ്റി നമ്മൾ ആദ്യം ഉപയോഗിക്കുക, എഫ് എൻ്റെ ഇക്കി കണ്ടിന്യൂറ്റി. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ ഉണ്ടായിരിക്കും. മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് എൻ ഓഫ് വൈ ലെസ് ദാൻ ഡെൽറ്റ ഫോർ എവരി എൻ വിത്ത് ഡി എക്സ് വൈ ലെസ് ദാൻ എപ്സിലോൺ. എക്സും വൈയും ഈയിലത്തെ എലമെൻറ്റ്സ് ആണ്. കെ കോമ്പാക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ വി പി ഡെൽറ്റ എന്നുള്ളത് ഉദ്ദേശിച്ചത് പി സെൻറ്ററും ഡെൽറ്റ റേഡിയസുമായിട്ടുള്ള നെയ്ബർഹുഡ്സ് ആണ് ഈ നൊട്ടേഷനിലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി പി ഡെൽറ്റ ഈ ഡെൽറ്റ കിട്ടിയത് ഈ കണ്ടിന്യൂറ്റി പറഞ്ഞപ്പം കിട്ടിയ ഡെൽറ്റയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡെൽറ്റയും എല്ലാം ഡെൽറ്റ റേഡിയസ് ആയിട്ടും കെയിലുള്ള എല്ലാ എലമെൻറ്റിനും സെൻറ്ററായി വരുന്ന കവറുകൾ കൊണ്ട് കെയെ നമ്മൾ കവർ ചെയ്യാം. അപ്പോൾ കെക്ക് ഇതൊരു ഓപ്പൺ കവർ കിട്ടി. അപ്പോൾ കെ കോമ്പാക്റ്റ് ആയതുകൊണ്ട് അതിന് ഫൈനൈറ്റ് സബ് കവർ ഉണ്ട്, P1 P2 എക്സെട്ര PR. അപ്പോൾ കെ എന്ന് പറയുന്നത് ഈ ഫൈനൈറ്റ്ലി മെനിയിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. ഇനി നമ്മൾ ഒരു എക്സ് എടുക്കുന്നു, ലെറ്റ് എക്സ് എലമെൻറ്റ് ഓഫ് കെ. അപ്പോൾ എക്സ് കെയിലുണ്ടെന്ന് പറഞ്ഞാൽ എക്സ് ഏതെങ്കിലും ഒന്നിലുണ്ടായിരിക്കും. അപ്പോൾ എക്സ് വി പി ഐ ഡെൽറ്റയിലുണ്ടായിരിക്കും ഏതെങ്കിലും വൈക്ക്. അപ്പോൾ ഡി എക്സ് പി ഐ ഡെൽറ്റ എന്ന് പറയുന്നത് വി എക്സ് പി എ ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും. അതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതുക. ആദ്യം നമ്മൾ എഴുതിയത് ഇക്വേഷൻ നമ്പർ 1. ഇവിടെ കെ ഈസ് കണ്ടെയ്ൻഡ് ഇൻ വി പി 1 ഡെൽറ്റ യൂണിയൻ എക്സെട്ര യൂണിയൻ വി പി ആർ ഡെൽറ്റ എന്നുള്ള ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ എഫ് എൻ പോയിന്റ് വൈസ് ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ എഫ് എൻ P1 ഈ സീക്വൻസ് കൺവേർജ് ചെയ്യും. സീക്വൻസ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണത്. എഫ് എൻ P2 കൺവേർജ് ചെയ്യും എക്സെട്ര എഫ് എൻ PR. അല്ല, ഇതൊക്കെ ബൗണ്ടഡ് ആണ്.
ഇതൊക്കെ ബൗണ്ടഡ് സീക്വൻസ് ആണെന്ന് കിട്ടും. പോയിന്റ് വൈസ് ബൗണ്ടഡ് ആണെന്ന് പറഞ്ഞാൽ ഈ സീക്വൻസുകളൊക്കെ റിയൽ സീക്വൻസുകളാണ്, ഒക്കെ ബൗണ്ടഡ് സീക്വൻസുകളാണ്. അപ്പോൾ അതിന് ഓരോന്നിനും ബൗണ്ട് ഉണ്ടായിരിക്കും. ആദ്യത്തെ ബൗണ്ട് M1, രണ്ടാമത്തെ M2 എക്സെട്ര, ലാസ്റ്റിലത്തെ MR. M1 mod Fn of P1 less than M1 mod Fn of P2 less than M2 etc. mod Fn of PR less than MR for every R. ഇതിൻ്റെയൊക്കെ മാക്സിമം എടുക്കുന്നു M. അതുകൊണ്ട് mod Fn of PI less than M for every I is equal to 1, 2, 3 etc. R. ഇതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് എടുക്കാം. ഇനി mod Fn of PI less than M for every I is equal to, അത് ഇക്വേഷൻ നമ്പർ 4. ഇനി ഫോർ എക്സ് എലമെൻറ്റ് ഓഫ് കെ അങ്ങനെയാണെങ്കിൽ എക്സ് ഏതെങ്കിലും ഒരു പി ഐയിൽ ഉണ്ടായിരിക്കുന്നു പറഞ്ഞിരുന്നു നേരത്തെ. നമ്മൾ പേരോ കൊടുത്തിട്ടുണ്ട്. കേസ് നമ്പർ 3 ഇവിടെ ഒന്നും കൂടി എഴുതിയെന്നേ ഉള്ളൂ. നമ്മൾ മോഡ് എഫ് എൻ ഓഫ് എക്സ് കൺസിഡർ ചെയ്യുന്നു. മോഡ് എഫ് എൻ ഓഫ് എക്സ് ഇതിൽ എഫ് എൻ ഓഫ് പി ഐ ആഡ് ചെയ്യുകയും ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു. വി ആഡ് ആൻഡ് സബ്ട്രാക്ട് mod Fn of PA. അതുകൊണ്ട് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ട്രയാങ്കിൾ ഇനീക്വാലിറ്റി എഴുതാം. mod Fn of x is less than or equal to mod Fn of x minus Fn of PA plus mod Fn of PA. അപ്പോൾ ഇത് ഇക്വേഷൻ 3ഉം 1ഉം ഉപയോഗിച്ച് കഴിഞ്ഞാൽ 3ഉം 1ഉം ഉപയോഗിച്ച് എക്സും പി ഐ നമ്മളുടെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആയതുകൊണ്ട് എഫ് എന്നിൻ്റെ കണ്ടിന്യൂറ്റി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഡിസ്റ്റൻസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ മോഡ് എഫ് എൻ ഓഫ് പി ഐ ലെസ് ദാൻ എം ഇക്വേഷൻ നമ്പർ 4 ഉപയോഗിക്കുക. അതതിൻ്റെ ബൗണ്ടാണ്. അപ്പോൾ നമുക്ക് കിട്ടി മോഡ് എഫ് എൻ ഓഫ് എക്സ് ലെസ് ദാൻ എം പ്ലസ് എപ്സിലോൺ. ഇതൊരു കോൺസ്റ്റൻ്റ് ആണ് ഫോർ എവരി എക്സ് എലമെൻറ്റ് ഓഫ് കെയും ഫോർ എവരി എന്നും. അപ്പോൾ എല്ലാ എഫ് എന്നുകളും എല്ലാ എക്സിലും നിങ്ങളെടുത്ത് അതിൻ്റെ മോഡൽസ് എടുത്തു കഴിഞ്ഞാൽ മാക്സിമം വരാൻ പറ്റുന്നത് എം പ്ലസ് എപ്സിലോൺ ഒരു കോൺസ്റ്റൻ്റാണ്. അതായത് എഫ് എൻ യൂണിഫോംലി ബൗണ്ടഡ് ആണെന്ന് അർത്ഥം. ഇനി നമുക്ക് ഇതിൻ്റെ ബി പാർട്ടിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ബി പാർട്ടിൽ പ്രൂവ് ചെയ്യേണ്ടത് എഫ് എൻ ഹാസ് എ യൂണിഫോംലി കൺവെർജൻറ്റ് സബ്സീക്വൻസ്. ഇതിന് ഒരു യൂണിഫോംലി കൺവെർജൻറ്റ് സബ്സീക്വൻസ് ഉണ്ട് എന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് ചാപ്റ്റർ 2-ൽ നമ്മളൊരു പറയുന്നുണ്ട് ഏതൊരു കോമ്പാക്റ്റ് സെറ്റിനും ഒരു കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ എക്സർസൈസ് 27 ചാപ്റ്റർ 2 ആണത്. ചാപ്റ്റർ 2-ൽ എക്സർസൈസ് 27 ആണ്. അപ്പോൾ ഇക്ക് ഒരു കൗണ്ടബിൾ ഡെൻസ് ഇ ആണ് ആ കൗണ്ടബിൾ ഡെൻസ് സബ്സെറ്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എഫ് എൻ ഇയിൽ ഒരു സബ്സീക്വൻസ് ഉണ്ട് കൺവേർജ് ചെയ്യുന്നത് ഫോർ എവരി എക്സ്. അത് നമ്മൾ തിയറം 25 ഉപയോഗിച്ചിട്ടാണ് ഇത് പറഞ്ഞത്. നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്തതാണ്. ഇനി നമ്മൾ എഫ് എൻ ഐ ആ സബ്സീക്വൻസിനെ എഫ് എൻ ഐ ഓഫ് എക്സ് എന്ന് ഈ എഫ് എൻ ഐക്ക് പകരം നമുക്ക് ജി ഐ എന്ന് കൊടുക്കാം എളുപ്പത്തിന് വേണ്ടിയിട്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ജി എൻ ഐ ഈ ജി ഐ എന്ന് പറയുന്നത് യൂണിഫോംലി കൺവേർജ് ചെയ്യുന്നുണ്ട് എന്ന് ആണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഈ ജി ഐ യൂണിഫോംലി കൺവേർജ് ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഇക്വി കണ്ടിന്യൂറ്റിയുടെ ഡെഫിനേഷൻ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് mod Fn of x minus Fn of y less than epsilon for every n with dxy less than delta എന്ന് കിട്ടി. ഇതാണ് ഇക്വി കണ്ടിന്യൂറ്റി. ഇത് ഇക്വേഷൻ എ എന്ന് ഓർത്തു. അപ്പോൾ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ രീതിയിൽ വി എക്സ് ഡെൽറ്റ എക്സ് സെൻട്രൈഡ് ഡെൽറ്റ റേഡിയസ് ഉള്ള ഒരു എക്സ് എലമെൻറ്റ് ഓഫ് ഇ എടുത്തു കഴിഞ്ഞാൽ അതൊരു ഓപ്പൺ കവർ. ഇയിലിങ്ങനെ വേരി ചെയ്ത് കഴിഞ്ഞാലും വേരി ചെയ്യുകയും ഈ കെയിൽ ഡെൻസ് ആയതുകൊണ്ടും ഇതിൻ്റെ ഒരു ഓപ്പൺ കവറായിരിക്കും. കാരണം ഓപ്പൺ കവറൊക്കെ നിങ്ങൾ കെയിൽ ഏത് എലമെൻ്റ് എടുത്താലും ഈ തരത്തിലുള്ള ഏതെങ്കിലും ഒരു നെയ്ബർഹുഡിൽ എന്തായാലും ഇത് പതിയും ഡെൻസിറ്റി പ്രകാരം. അപ്പോൾ നമുക്ക്
x1 x2 എക്സെട്ര xn എന്ന് പറയുന്നത് ഈ ഇത്രയും ഫൈനൈറ്റ് നമ്പർ ഓഫ് കെയുടെ കോമ്പാക്ട്നെസ് പ്രകാരം ആ സെൻറ്റേഴ്സ് നമുക്ക് x1 x2 എക്സെട്ര xm എന്ന് എടുക്കാം. k ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് ഇക്വേഷൻ നമ്പർ 5. ഈ ജി ഐ പോയിന്റ് വൈസ് ബൗണ്ടഡ് ആയതുകൊണ്ട് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ജി ഐ ഓഫ് എക്സ് കൺവെർജസ് ഫോർ എവരി എക്സ് എലമെൻറ്റ് ഓഫ് ഐ. അപ്പോൾ നമ്മൾ ഇനി ഉപയോഗിക്കാൻ പോകുന്നത് അതിൻ്റെ ഡെഫിനിഷൻ, അതായത് ജി ഐ ഓഫ് എക്സസ് കൺവെർജ് ചെയ്യുന്നുള്ള കാര്യം ഉപയോഗിക്കുക. ജി ഐ ഓഫ് എക്സസ് കൺവെർജ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളത് അത് കോഷി സീക്വൻസ് ആയിരിക്കും. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ ക്യാപിറ്റൽ NS കാണാൻ കഴിയും വിത്ത് മോഡ് ജി ഐ ഓഫ് എക്സസ് മൈനസ് ജി ജെ ഓഫ് എക്സസ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ ഐ ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു NS ആൻഡ് ഫോർ ഓൾ S ഈസ് ലൈൻ ബിറ്റ്വീൻ 1 and m. ഇനി നമ്മളിപ്പോൾ കിട്ടിയ NSൻ്റെ മാക്സിമം, NSകളുടെ മാക്സിമം എടുക്കുക. ഇപ്പോൾ കിട്ടിയ NSകളുടെ മാക്സിമം എടുക്കുന്നു നമ്മൾ, അതാണ് ക്യാപിറ്റൽ N. ഇപ്പോൾ ജി ഐ ഓഫ് എക്സസ് മൈനസ് ജി ജെ ഓഫ് എക്സസ് ലെസ് ദാൻ എപ്സിലോൺ, ഇക്വേഷൻ നമ്പർ 1. ഫോർ ഓൾ ഐ കൊമ ജെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആൻഡ് ഫോർ ഓൾ എസ് ലൈൻ ബിറ്റ്വീൻ 1 and m. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് അവസാനം ഇവിടെ ജി ഐ എന്ന് പറയുന്നത് കൺവെർജസ് യൂണിഫോംലി എന്നാണ്. ജി ഐ എന്ന് പറയുന്നത് അതിന് കൺവെർജൻസ് സബ്സീക്വൻസ് ഉണ്ട്. അതായത് ജി ഐ ആണ് നമ്മൾ കൺവെർജൻസ് സബ്സീക്വൻസ് എടുത്തത്, യൂണിഫോംലി കൺവെർജൻറ്റ് സബ്സീക്വൻസ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് യൂണിഫോംലി കൺവെർജൻസ്, അത് ജി ഐ യൂണിഫോംലി കൺവെർജൻ്റ് ആണ് എന്ന് ആണ് നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കെയിലൊരു എക്സ് എടുത്തു, എക്സ് എലമെൻറ്റ് ഓഫ് കെയിൽ എക്സ് എടുത്തു കഴിഞ്ഞാൽ കെ ഒരു ബി എക്സസ് ഡെൽറ്റയിലുണ്ടായിരിക്കും. ഇതൊരു ഓപ്പൺ കവർ ആയതുകൊണ്ട്, അതായത് ഡി എക്സ് എക്സസ് ഈസ് ലെസ് ദാൻ ഡെൽറ്റ. അതുകൊണ്ട് അതിൻ്റെ ഇമേജ് ജി ഐ ഓഫ് എക്സ് മൈനസ് ജി ഐ ഓഫ് എക്സസ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ, ഇക്വേഷൻ നമ്പർ എ പ്രകാരമാണ് ഇത് എഴുതിയത് ഫോർ എവരി. ഇതിന് ഇക്വേഷൻ നമ്പർ 7 കൊടുക്കാം. അതായത് മോഡ് ജി ഐ ഓഫ് എക്സ് മൈനസ് ജി ജെ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു, ഇതിൽ ഇതേപോലെ നമ്മൾ ചില കാര്യങ്ങൾ ആഡ് ചെയ്യുകയും അത് സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നു. ജി ഐ ഓഫ് എക്സസ് ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. ജി ജെ ഓഫ് എക്സസ് ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ അത് 3 സമ്മാക്കി എഴുതാം. മോഡ് ജി ഐ ഓഫ് എക്സ് മൈനസ് ജി ഐ ഓഫ് എക്സസ്, മോഡ് ജി ഐ ഓഫ് എക്സസ് മൈനസ് ആണ് ഇവിടെ, മൈനസ് ജി ജെ ഓഫ് എക്സസ്, ജി ജെ ഓഫ് എക്സ് പ്ലസ് മോഡ് ജി ജെ ഓഫ് എക്സസ് മൈനസ് ജി ജെ ഓഫ് എക്സ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഭാഗം ജി ഐയുടെ കണ്ടിന്യൂറ്റി പ്രകാരം എക്സ് എസ് ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റയാണ് കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി എന്നാണ് അത് വന്നത്. ഇത് ലെസ് ദാൻ എപ്സിലോൺ ആവും. അതേപോലെ തന്നെ ഈ ഭാഗവും ലെസ് ദാൻ ജി ജെയുടെയാണ് നമ്മൾ ഉപയോഗിക്കുക, ഇത് ലെസ് ദാൻ എപ്സിലോൺ ആവും. അപ്പോൾ ജി ഐ ഓഫ് നടുവിലുള്ളതോ ജി ഐ ഓഫ് എക്സസ് കോഷി സീക്വൻസ് അത് കൺവേർജ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭാഗം ലെസ് ദാൻ എപ്സിലോൺ കിട്ടും. അപ്പോൾ 3 എപ്സിലോൺ ആയത്. അപ്പോൾ എപ്സിലോൺ ആദ്യമേ നേരത്തെ നന്നായി എടുത്തിരുന്നെങ്കിൽ, എപ്സിലോൺ ബൈ 3 വരുന്ന രീതിയിൽ എടുത്തിരുന്നെങ്കിൽ ഇവിടെ ലെസ് ദാൻ എപ്സിലോൺ കിട്ടുമായിരുന്നു.
ഇപ്പോൾ കിട്ടിയത് മോഡ് ജി ഐ ഓഫ് എക്സ് മൈനസ് ജി ജെ ഓഫ് എക്സസ് ലെസ് ദാൻ 3 എപ്സിലോൺ ഫോർ ഓൾ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആൻഡ് എക്സ് എലമെൻറ്റ് ഓഫ് കെ. അപ്പോൾ കറസ്പോണ്ടിങ് ടു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എൻ ഇൻറ്റിജർ n സച്ച് ദാറ്റ് മോഡ് ജി ഐ ഓഫ് എക്സ് മൈനസ് ജി ജെ ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ 3 എപ്സിലോൺ ഫോർ ഓൾ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആൻഡ് ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് എസ്. അതായത് ജി ഐ കൺവെർജസ് യൂണിഫോംലി